ജീസസ് സാറ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് വായിച്ചത്. എന്താണ് റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ വലത് ഭാഗം, ദൈവത്തിൻ്റെ വലത് വശം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിൽ നമ്മൾ ഈ സുവിശേഷം എവിടെ വെക്കുന്നത്? കുർബാന ചെല്ലുമ്പോൾ എവിടെ വെക്കുന്നത്? നിങ്ങളുടെ ഏത് സൈഡാണ്? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ദൈവം, പിതാവായ ദൈവം മനുഷ്യ മക്കളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഏത് സൈഡാണത്? ദൈവത്തിൻ്റെ ഏത് സൈഡാണ്? റൈറ്റ് സൈഡ്. അപ്പോൾ ഈശോ പിതാവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായെന്ന് ലിറ്റർജിയിലൂടെ നമ്മളോട് പറയുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ഈശോയെ കാണുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഈശോയുടെ വാക്കുകൾ മാത്രമാണ്. നോട്ട് ദ കംപ്ലീറ്റ് ബൈബിൾ, ബട്ട് ഓൺലി ദ ഗോസ്പൽസ്, ഓൺലി ദ വേർഡിങ്സ് ഓഫ് ജീസസ്. അപ്പം ആ ഗോസ്പൽ മാത്രം ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വെച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഈശോ ഉപവിഷ്ടനായി, ജീസസ് ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡിന്, റൈറ്റ് ഹാൻഡ് സൈഡിന് രണ്ട് ഇംപ്ലിക്കേഷനാണുള്ളത്. ഒന്ന്, നമ്മളെക്കുറിച്ച് പറയുമ്പം റൈറ്റ് ഹാൻഡിൻ്റെ അർത്ഥം ദ ഫേവേർഡ് പൊസിഷനാണ്, മോസ്റ്റ് ഫേവേർഡ് പൊസിഷൻ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ ഏറ്റവും ഫേവേർഡ് പൊസിഷനിലാണ് നമ്മൾ. ദൈവം തന്നെ വലതു ഭാഗത്ത് നിങ്ങളെ നിർത്തുമാറാകട്ടെ എന്ന് വലതു കൈ ഉയർത്തിപ്പിടിച്ച് കാർമികൻ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ്. മേ ഗോഡ് കീപ് യു അറ്റ് ഹിസ് മോസ്റ്റ് ഫേവേർഡ് പൊസിഷൻ. നിങ്ങളെ ദൈവം ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളിടത്ത് ദൈവം നിങ്ങളെ നിർത്തട്ടെ. പക്ഷെ അത് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ എന്താ അർത്ഥം എന്നുള്ളതൊരു ചോദ്യമാണ്. When it is spoken about Jesus Christ, Jesus is sitting at the right hand of God. മിശിഹായെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം he is the complete ownership, the complete kingship of Christ എന്നാണ് അർത്ഥം. പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ മിശിഹായെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അതാണ് ഈശോ 110 സങ്കീർത്തനം ചൊല്ലി യഹൂദരോട് ചോദിച്ച്, കർത്താവിനോട് അരുളി ചെയ്തു, നിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ കർത്താവ് എന്ന് ദാവീദിനെ മിശിഹായെ വിളിക്കുവാണോ എന്ന് ഈശോ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. ദ മെസായ, ദ ക്രൈസ്റ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നുള്ളത്. അത് ഈശോയിൽ പൂർത്തിയായി എന്നാണ് നമ്മളിത് വായിച്ച് കേട്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജീസസ് ഹാസ് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഓവർ ഓൾ ഓഫ് us. And Jesus is the King of the universe. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡിന് രണ്ട് അർത്ഥമാണ് മനസ്സിലാക്കിയത് ബിബ്ലിക്കലി. ഒന്ന്, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എന്താ അർത്ഥം? ഭാഗത്ത് നിർത്തട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും ഫേവേർഡ് പൊസിഷനിൽ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അർത്ഥം? He has absolute authority over you. He is the king of the universe. എല്ലാത്തിൻ്റെയും മേൽ, ചരിത്രത്തിൻ്റെയും സാർവത്രിക പ്രപഞ്ചത്തിൻ്റെയും മേൽ ക്രിസ്തുവിനുള്ള അബ്സല്യൂട്ട് പവറാണ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ക്രിസ്തു ഉപവിഷ്ടനായി എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈശോയുടെ അധികാരത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ഏറ്റുപറയാം. അപ്പോൾ നമ്മൾ കുർബാന ആരംഭിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈശോയെ ഏറ്റുപറഞ്ഞാൽ ഈശോ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെയും പിതാവിൻ്റെ മുമ്പിൽ അക്നോളജ് ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.